പണി പറ്റിച്ചിട്ടുണ്ട്, നമ്മൾ അറിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചതാണ്, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കിടക്കുന്ന സഹാബത്തിനോട് ചോദിക്കുകയാ, മദീനയിൽ അവരിരുന്ന ഒരു സ്ഥലമുണ്ട് പ്രിയപ്പെട്ടവരെ, മദീനയിൽ അവരിരുന്ന ഒരു സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്, അഹ്ലു സുഫത്തിന്റെ ആൾക്കാരിരുന്ന സ്ഥലമെന്നറിയപ്പെടുന്ന ഒരു പ്രദേശം മസ്ജിദുൻ നബവിയുടെ മണവറയുടെ തൊട്ടടുത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. സ്ത്രീകൾക്കും അവിടെ പോയാൽ കാണാം, പുരുഷന്മാർക്കും അവിടെ പോയാൽ അവിടെ ഇരിക്കാം, അവിടെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിക്കുക, ആ പ്രദേശത്ത് മസ്ജിദുൻ നബവിയുടെ ആ തിണ്ണയിൽ നിന്നുകൊണ്ട് ഇൽമു പഠിച്ച അരപ്പട്ടിണിക്കാരായ മുഴുപ്പട്ടിണിക്കാരായ സഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, കൈഫ ബിക്കും യാ സഹാബ, നിങ്ങൾ എന്തു പറയുന്ന സഹാബ? നിങ്ങൾ ളുഹറിന് ധരിക്കുന്ന ഒരു വസ്ത്രം, അസ്റിന് ധരിക്കുന്നത് മറ്റൊരു വസ്ത്രം, മഗ്രിബിന് ധരിക്കുന്നത് മറ്റൊരു വസ്ത്രം, ഇങ്ങനെ ഓരോ നേരവും മനോഹരമായ വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത അല്ലാഹു നിങ്ങൾക്ക് തന്നാൽ കൈഫ ബിക്കും യാ സഹാബ, നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബത്ത് പറയുന്നു, നബിയേ അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. ഈ വസ്ത്രം കഴുകിയിട്ടിട്ട് ഉണങ്ങുന്നത് വരെ അടുത്ത നിസ്കാരത്തിന് കാത്തിരിക്കുന്നവരാ നമ്മൾ. അതുകൊണ്ട് ആ വസ്ത്രം കിട്ടുന്നത് നമുക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ. ഹബീബായ പ്രവാചകര് പറയുന്നു, വസതർതും ബുയൂതകും കമാ തസ്തുറുൽ കഅബ, അനുഗ്രഹീത കഅബാലയത്തിന്റെ മുകളിലുള്ള വിരി പോലെ നിന്റെ വീടിന്റെ മുമ്പിൽ സഹാബത്തെ നിങ്ങളുടെ ഭവനത്തിന് മുന്നിൽ മനോഹരമായ വിരിപ്പുകളെ, വിരികളെ, കർട്ടനുകള് അല്ലാഹു തന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹാബത്ത് പറയുന്നു, നബിയേ അൽഹംദുലില്ലാഹ്, വിശാലമായ ഭക്ഷണം കിട്ടുന്ന, മനോഹരമായ വസ്ത്രം ലഭിക്കുന്ന, സുന്ദരമായ വീട് ലഭിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ് എന്ന് പറഞ്ഞ പട്ടിണി പാവങ്ങളായ സച്ചരിതരായ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ലഅൻതുമുൽ യൗമ ഖൈറൻ മിൻകും യാ സഹാബ, ആ ദിവസത്തേക്കാ നിങ്ങൾക്ക് നല്ലത് പട്ടിണിയുള്ള ഈ ദിവസമാണ് സഹാബ. വിശപ്പ് സഹിക്കാനാകാതെ കൈവഴുത്തിൽ വെച്ചുകൊണ്ട് നസീഹത്ത് കേൾക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാ. നബിതങ്ങൾ പറയുന്നു, സഹാബ കിടന്നുറങ്ങാ ഭൂമത്തെ കിട്ടുന്നതിനേക്കാൾ, താമസിക്കാ പള്ളിയേക്കാൾ വലിയ കൊട്ടാരം കിട്ടുന്നതിനേക്കാൾ, ഓരോ മണിക്കൂറിൽ മാറിയെടുക്കാ മോഡൽ വസ്ത്രം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ലഅൻതുമുൽ യൗമ ഖൈറൻ മിൻകും യാ സഹാബ, ഇന്നത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇന്നത്തെ അന്തരീക്ഷം ഇത് മതി. ശരി, പട്ടിണിയൊക്കെ നമ്മൾ അറിഞ്ഞ ഒരു കാലം പണ്ടുണ്ടായിരുന്നു. അന്ന് അതിനൊത്ത ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അതിനുള്ള ബറക്കത്ത്. ഇന്നിപ്പോ ഈ സരസിലിരുന്ന് ഒരു 70-80 ഒക്കെ വയസ്സ് പ്രായമായ ഉപ്പമാരൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നതാണ്, ശരിയാ ഉസ്താദേ, പണ്ട് ശരിക്ക് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയാൽ ആ കാശിന് ബറക്കത്തുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് വല്ലതും അറിയണമോ? നമ്മൾ ആലോചിച്ച്, അല്ലാഹു തആല സുഖം ഒരുപാട് തന്നതുകൊണ്ടല്ലേ നമ്മൾ തെറ്റിപ്പോയത്. ഈ സഹോദരിമാരൊക്കെ പണ്ട് നമ്മുടെ വീട്ടിന്റെ അകത്തളത്ത് അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ, ഇതൊക്കെ ഓതിയിരുന്ന ഒരു സമുദായമായിരുന്നു. ശരിക്കും നമ്മുടെ മനസ്സ് അല്ലാഹു കൊടുക്ക സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി ചിന്തിക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി എന്റെ മുമ്പിൽ പട്ടിണി കിടന്ന് ഇൽമു പഠിക്കുന്ന സഹാബാ, ഇന്നത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതിലപ്പുറത്തേക്കുള്ള സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് അപകടമാണെന്ന് പറഞ്ഞു പോയെങ്കിൽ ഇന്നതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും പുരോഗമനങ്ങൾ വന്നു. പണ്ട് ഒരു മൊബൈൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാണ്. അയാളെ കാണാൻ ടിക്കറ്റ് എടുത്ത് ചോദിക്കണം. ആ മൊബൈലാണെങ്കിലോ പള്ളിയുടെ പുറംപടി ഇരിക്കുന്ന സന്തൂക്കിന്റെ അത്ര വരും. അങ്ങോട്ട് വിളിച്ചാൽ 15 രൂപ, ഇങ്ങോട്ട് വന്നാൽ 50 രൂപ.
അങ്ങനെ പൈസ വെച്ചോണ്ടിരുന്നതാ. ഇന്ന് പിന്നെ അത് മാറി 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 മൊബൈലിന്റെ കാലം മാറിയിട്ട് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് കണ്ട് സംസാരിക്കാം. ആദൂരിന്ന് ദുബായിലേക്ക് പോയ ഭർത്താവ് ഫോൺ വിളിക്കുമ്പോ സഹോദരി ഫോണിൽ നോക്കിയിട്ട് ഇക്ക ഗൾഫിലെത്തിയപ്പോ ഇക്ക മീശ എടുത്തോ, അപ്പൊ ഉടനെ ഇക്ക അവിടെ നിന്ന് ഫോണിൽ നോക്കിയിട്ട് മോളു എന്റെ മൂക്കിലെന്തോ ഒരു കരി അടുക്കള നിൽക്കുമായിരുന്നോടെ ചെക്കട കണ്ട് സംസാരിക്കുക ഫോണിലൂടെ. ഇത്രയും പുരോഗമനം വന്നപ്പോ അല്ലാഹ് വേണ്ട, പള്ളി വേണ്ട, ദീൻ വേണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചിലരെടുത്തോന്ന് നോക്കാൻ പോലും നേരമില്ലാത്ത രീതിയിൽ ഈ സമുദായം തരം താണു പോയെങ്കിൽ അതിന്റെ രണ്ടാമത്തെ കാരണം എന്തെന്നറിയോ? സമ്പത്തിനോടുള്ള അമിതമായ അതിപ്രസരമാണ്, താല്പര്യമാണ്. ശരിക്കും നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫവല്ലാഹി വല്ലാഹ് മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ എനിക്ക് ലവലേശം പോലും പേടിയില്ല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ ലവലേശം പേടിയും എനിക്കില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാൻ. പിന്നെ എനിക്കെന്താ പേടി? നിങ്ങൾ പട്ടിണി കിടക്കുന്നതിൽ പേടിയില്ല, നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രമില്ലാത്തതിൽ പേടിയില്ല. പിന്നെ ഞാൻ പേടിക്കുന്നതോ ദുനിയാവ് നിങ്ങൾക്ക് തുറന്നു തരുന്നതിനെ ഞാൻ പേടിച്ചു പോവുകയാ. കമാബുസിത്തു മങ്കാന കബുലക്കു, മുമ്പുണ്ടായിരുന്ന തലമുറക്ക് ദുനിയാവ് തുറന്നു കൊടുത്തപ്പോ അതിനുവേണ്ടി അവർ മത്സരിച്ചില്ലേ? അവര് ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ, അവര് പണത്തിന് വേണ്ടി ഉമ്മാടെ കടുത്തറച്ചതുപോലെ, അവര് സ്വത്തിന് വേണ്ടി കൂടപ്പുറപ്പിനെ ഒറ്റിക്കൊടുത്തതുപോലെ, അവര് പണത്തിന് വേണ്ടി മോഹിച്ചപ്പോ പള്ളിയുടെ പൊതുമുതലാണെങ്കിൽ പോലും കൈയിട്ട് വാരിയിട്ട് കുടുംബം പുലർത്തിയതുപോലെ നിങ്ങളും മത്സരിക്കുന്നതിന് ഞാൻ പേടിച്ചു പോവാട്. പത്തുഹുലിക്കും അതുപോലെ നിങ്ങൾ മരിക്കും. കമാലക്കൊത്തു, അവര് നശിച്ചു പോയതുപോലെ, അവര് മരിച്ചു പോയതുപോലെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞില്ലേ അള്ളാന്റെ ഖുർആനിന്റെ സൂറത്തുൽ ഖസസ് പരിശോധിച്ചാൽ ഖാറൂൻ എന്ന് പറയുന്ന പാതകം ചെയ്തു പോയ മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. അഹങ്കാരത്തിന്റെ ആരൂപമായി ഭൗതിക ലോകത്ത് ജീവിച്ചവനാ ഖാറൂൻ. അവസാനമാ ഖാറൂന് എന്താ സംഭവിച്ചു പോയത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوى. 700 ഒട്ടകം ചുമന്നാലും തീരാത്ത സ്വത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുമായി ജീവിച്ചുപോയ ഖാറൂനിന് അല്ലാഹു കൊടുത്തരെന്താ? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, ഈ ഭൂമിയുടെ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നു കൊടുത്തിട്ട് ഖാറൂനിന്റെ കോട്ടകൊത്തളത്ത് അല്ലാഹു എന്റെ പ്രിയമുള്ളവരെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുവന്നില്ലേ? ഇതാണ് മുൻഗാമികൾക്കുണ്ടായ നാശം നിനക്ക് വരുമെന്ന് പറഞ്ഞത്. ഗദ്ദാഫിയുടെ മരണം കേട്ടപ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞ ഒരു പാവപ്പെട്ടവനാണ്. 40 കൊല്ലം ഒരു രാജ്യത്തിന്റെ ചെങ്കോല് കയ്യിലിരുന്നിട്ട്, 40 കൊല്ലം ഒരു രാജ്യത്തിന്റെ അധികാരം കയ്യിലിരുന്നിട്ട് പാവപ്പെട്ടവനെ ശ്രദ്ധിക്കാൻ നേരമില്ലാതെ, സാധുക്കൾക്ക് നേരെ കണ്ണു തുറക്കാൻ സമയമില്ലാതെ, കൂടെ അടിഞ്ഞാടുന്ന തോഴികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ വാരി വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ ഗദ്ദാഫിയുടെ ഭരണത്തിന്റെ കീഴിൽ പട്ടിണി കൊണ്ട് പൊരിവെയിലത്ത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരെ കാണാ. ഗദ്ദാഫിക്ക് കഴിയാതെ പോയപ്പോ പ്രിയപ്പെട്ടവരെ, അവസാനം ആ നാട്ടിലുള്ള പീറ ജനങ്ങൾ ഗദ്ദാഫിയുടെ നെഞ്ചത്ത് കയറി ചവിട്ടിയില്ലേ? എന്നെ ചവിട്ടല്ലേ, എന്നെ വെടിവെക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു എന്ന് പേപിടിച്ച നായയുടെ കരച്ചിലിനൊക്കെ ദയനീയമായ കണ്ണുനീരോട് ഈ ലോകത്തിൽ നിന്ന് ഗദ്ദാഫിയെ പറഞ്ഞു വിട്ടുപോരെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, പഠിച്ചോ സമുദായമേ, ഏറ്റവും അധികം ഖുർആനിനെ ചവിട്ടിത്തേറ്റ ജപ്പാ, ഏറ്റവും അധികം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ ജപ്പാ, ആ ജപ്പാനിൽ നിന്നിറങ്ങുന്ന ചെരുപ്പിൽ പോലും ഖുർആനിന്റെ ആയ പഠിച്ചിറക്കോ മനസ്സ് കാണിച്ച ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമില്ലേ? ഇന്നവിടെയും പട്ടിണി അല്ലാഹു കൊടുത്തില്ലേ? ഒരു സുരാബിയിലൂടെ അഹ്ബാറായ രാജാതിരാജരാന പടച്ചതമ്പുരാ, എന്തോരു ഭയാനകരമാരാവാണ് ആ രാജ്യത്തിന് കൊടുത്തതിന്റെ പ്രിയപ്പെട്ടവര്. ഇതാണ് റസൂലുള്ള പറഞ്ഞത്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് ദുനിയാവിന്റെ അതിപ്രസരം കടന്നു വന്നപ്പോ അവര് പരസ്പരം മത്സരിച്ചതുപോലെ, അവരുമ്മാടെ കഴുപ്പറച്ചതുപോലെ, അവര് ഭാര്യയെ കൂട്ടിക്കൊടുത്തതുപോലെ, അവരെ മക്കളെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ, പണത്തിന് വേണ്ടി വാപ്പാടെ
സമയത്ത് പോലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നതല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നതല്ലേ ഞാനും നിങ്ങളും ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം? നമ്മുടെ നാട്ടിലും പണത്തിന് വേണ്ടിയിട്ട് മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് പോലും പണത്തിന്റെ മാനദണ്ഡം വെച്ചാണ്. അപ്പൊ സമ്പത്തിന്റെ വിഷയത്തിൽ മുമ്പ് കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഒരു മത്സരമുണ്ടായിരുന്നു. ആ മത്സരം നിങ്ങൾക്കുണ്ടാകുന്നതിന് ഞാൻ പേടിക്കാണ്. ഇന്ന് ആ മത്സരമല്ലേ നടക്കുന്നത്? സഹോദരിമാരൊക്കെ എപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. ഭർത്താക്കന്മാര് വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോഴും നാട്ടിൽ ഈ ഭർത്താവിന്റെ ഭാര്യ നാട്ടിലുള്ള സഹോദരിമാരോട് പറയുന്നത്, എന്റെ ഭർത്താവ് ഗൾഫിൽ വളരെ സെറ്റപ്പിലാണ്, അറബിയുടെ തൊട്ട് അടുത്ത ആളാണ്, അടുത്തെന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കും എന്ന് പറയും. പാവപ്പെട്ടവൻ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി പട്ടിണി കിടന്ന് പൊട്ടിക്കരഞ്ഞ് ജനങ്ങളുടെ റൂമിലേക്ക് പോയി കൈനീട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്തിനോടുള്ള താല്പര്യം നമ്മളെ മത്സര ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നതാ, ഒരുപാട് അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാ. അതൊരിക്കലും വന്നു പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ ഇതുപോലുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, അതിനേക്കാൾ നല്ലതിതാണെന്ന് പൊന്നാറ നബി തങ്ങൾ പറഞ്ഞു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയാ, മനിഷ്തറാ സൗബൻ ബിഅശറതി ദറാഹിമ, 10 ദിർഹം കൊടുത്ത്. നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട സമ്പത്തിന്റെ ഒരു അപകട വശമാണ് പറയുന്നത്. ശ്രദ്ധിച്ചു, സാമ്പത്തിക വിഷയത്തിലുള്ള അധർമ്മം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മരുന്നാണിത്. 10 ദിർഹമിന് പകരമായി നിങ്ങളൊരു വസ്ത്രം വാങ്ങിച്ചു. ഫീഹി ദിർഹമുൻ ഹറാം, 1 ദിർഹം അതിൽ ഹറാമാണ്. 1 ദിർഹം അതിൽ ഹറാമാണ്. ആ ഹറാമായ 1 ദിർഹം അതിനകത്തുണ്ട് എങ്കിൽ ലം യഖ്ബലുല്ലാഹു ലഹു സ്വലാത്തുൻ മാദാമ അലൈഹി. ആ ഹറാമായ ദിർഹം കൊണ്ട് വാങ്ങിയ വസ്ത്രം കൊണ്ട് നീ നിസ്കരിച്ചു പോയാ ലം യഖ്ബലുല്ലാഹ്, അല്ലാഹു നിന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഉണ്ടോ? ഹറാമായ 1 കാശ്, ഹലാലായ 9 കാശ്. 10 കാശ് കൊടുത്ത് വാങ്ങിയ വസ്ത്രം, ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല. പെരുന്നാളിന് ജീൻസ് എടുക്കാൻ വേണ്ടി കടയിൽ ചെന്നു. 1500 രൂപയുടെ ജീൻസ് വില പറഞ്ഞ് 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 അവസാനം 700 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. 700 രൂപയ്ക്ക് ഉറപ്പിച്ച ജീൻസ് കൊണ്ടുവരുമ്പോ കടക്കാരൻ പറഞ്ഞു, നീക്ക മുടിഞ്ഞു പോത്തല്ലടാ, നടക്കണ് പെരുന്നാളായിട്ട്. ഇങ്ങനെ പറഞ്ഞ ഈ വസ്ത്രം കൊണ്ട് പെരുന്നാൾ പള്ളി വന്നു. അല്ലാഹു അക്ബർ, എത്തൂല, അതവിടെ എത്തൂല. അതെത്തണമെങ്കിൽ ആ വസ്ത്രം പൊരുത്തം വേണം. പ്രിയപ്പെട്ടവരെ, എന്തിനേറെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ പോയാൽ കാല് ഉണക്കക്കാലാണെങ്കിലും 500ന്റെ ചെരുപ്പേ അങ്ങോട്ട് കയറോളൂ. അത് കൊടുത്തിട്ടുണ്ട് ഒറ്റ പോക്കാ സലാം പറ്റി. ആരുടെ കാലും കുഴപ്പമില്ല, പള്ളിയല്ലേ അള്ളാഹു തരണതല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും ചില മഹാന്മാർക്ക് ചെരുപ്പ് വായിക്കാനേ ജോലിയുള്ളൂ. അതുകൊണ്ട് പള്ളികളുടെ മുന്നിൽ ഏറ്റവും വലിയ ബിസിനസ് ചെരുപ്പ് ബിസിനസ്സായി മാറി. ഇത് നമ്മൾ ആലോചിക്കും. പൊരുത്തമില്ലാത്തൊരു ജീവിതത്തിലുണ്ടെങ്കിൽ വല്ലാത്ത അപകടം തന്നെയാണ്. ശരിക്കും നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും സഹോദരൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ചരിത്രം, ഒരു ചരിത്രം പറയാനുള്ള നേരമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം വരാൻ വേണ്ടി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചരിത്രം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഫാത്തിമയുടെയും ഖദീജയുടെയും റളിയല്ലാഹു തആല അൻഹുമാ, അലിയുടെയും അബൂബക്കറിന്റെയും റളിയല്ലാഹു തആല അൻഹുമാ മനോഹരമായ ചരിത്രം പഠിച്ച് മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിലെ സഹോദരിമാരെ, ഗ്ലോറിയയുടെയും സോഫിയുടെയും ചരിത്രം പഠിക്കുന്ന കഥയിൽ ഒരു ജീവിതത്തിലൂടെ കേരളത്തിന്റെ കണ്ണീരൊപ്പുന്ന കുടുംബജീവിതം ഇങ്ങനെ ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ട് പൊട്ടിക്കരയുമ്പോ അവിടെ ജീവിതം പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കാൻ അല്ലാഹു തആല ലോകത്ത് പരീക്ഷണമായി തന്നുപോരാ. സമ്പത്തിന്റെ അതിപ്രസരം ഈ ദുനിയാവിൽ ഒരുപാട് അധർമ്മങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാ. സമ്പത്തിന്റെ ഏറ്റവും വലിയ അധർമ്മം ഈ ലോകത്ത് നടക്കുന്നത് പലിശയാ. പലിശക്കെതിരെ പ്രസംഗിക്കാൻ ഒരു പള്ളിയിലെ ഖത്തീബിന് ഇന്ന് കഴിയില്ല. കാരണം പ്രസംഗിച്ചാൽ ജുമുഅ കഴിഞ്ഞ ഉടനെ കമ്മിറ്റിയിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറയും, പൊതുയോഗം ഉണ്ടായിരിക്കുന്നതാണ്, ആരും പോകരുത്. പൊതുയോഗം എന്തിനാ? മൊയ്ലാരെ പിരിച്ചുവിടാൻ.
അതാ കാരണം. എന്താ? പല പകൽമാന്യന്മാരും ഇതിന്റെ മെയിൻ ആൾക്കാർ. അവരെ കുറിച്ച് ഒന്നും പറയാൻ കഴിയൂല. റമദാനിലെ 30 ദിവസത്തെ കഞ്ഞി പോലും പള്ളിയിൽ കൊടുത്തത് ബ്ലൈഡ് കമ്പനിക്കാരാ. അതുകൊണ്ട് കമ്മിറ്റിക്കാർ മുസ്ലിയാരോട് പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയാൻ പാടില്ല, നിസ്കാരം നോമ്പൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറയുക, സ്വലാത്ത് എത്തിപ്പിക്കുക, ദുആ ചെയ്യുക, റാഹത്തായിട്ട് പള്ളിക്ക് പൈസ പിരിച്ചാൽ പോവാ, അല്ലെ പലിശ കള്ള് ഒന്നും പറയരുത്, അതൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞൊരു വെപ്പ. ഇത് കേട്ടിട്ട് താങ്ങി നിൽക്കേണ്ടി വന്നു പോകുന്നു പാവപ്പെട്ട 1600 രൂപ ശമ്പളം വാങ്ങുന്ന ഉസ്താദ്. തികയൂല, പാവം. ഒരിക്കലും കൂടാത്തത് ഉസ്താദുമാരുടെ ശമ്പളം ഒരിക്കലും കൂടൂല, അത് മാത്രം കുറയുള്ളൂ. ഒരു പെരുന്നാളിന് 50 കൂട്ടിയാ അടുത്ത 4 പെരുന്നാൾ കഴിഞ്ഞ് 25 കൂടെ കൂട്ടും. പോരെ, ഏറ്റവും അധികം ശമ്പളം കുറഞ്ഞ മുഅദ്ദിമാർക്കാണ്. പാവം, അത്ര നല്ല ജോലിയാണ്, അത്ര നല്ല ജോലിയാണ്. ഏറ്റവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഒരു തിരക്കില്ലാത്ത മനുഷ്യനായിരുന്നുവെങ്കിൽ, വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ എന്നും 5 നേരം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മുഅദ്ദീനാകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഅദ്ദീനായിട്ട് ജോലിക്ക് പള്ളി വരുന്നവനെ ആദ്യം സെക്രട്ടറിയുടെ വീട്ടിൽ പോകും. സെക്രട്ടറി പറയും, എന്നെ കണ്ടാ നടക്കൂല, പ്രസിഡന്റ് അവിടെ പോകും, നേരെ പ്രസിഡന്റ് അവിടെ പോകും. പ്രസിഡന്റ് പറയും, എന്നെ കണ്ടാ നടക്കൂല, ഖജാൻജിയുടെ അവിടെ പോകും, ഖജനാവ് അവിടെയാണ്, അങ്ങനെ അവിടെ പോകും. അങ്ങനെ പോയി കറങ്ങി അവസാനം വരുമ്പോ 1200 രൂപ ശമ്പളം. അപ്പം അദ്ദേഹം പറയും, സിമന്റിനൊക്കെ ഭയങ്കര വിലയാണ്, അനി നിങ്ങളവിടെ പൂശാൻ പറഞ്ഞില്ലല്ലോ, സിമന്റ് എടുത്ത് തേക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, വീട് പണി നടന്നുകൊണ്ടിരിക്കാൻ. അത് ശരി, 1300 രൂപ തരും. ഇനി 3 പെരുന്നാൾ കഴിഞ്ഞ കൂട്ടോട് ഇനി മിണ്ടരുത്. പിന്നെ നടുവേദന ഉണ്ട്, അതുകൊണ്ട് കിടക്കാൻ ഒരു മെത്തലേ കേക്കൂ. ബാങ്ക് വിളിക്കുന്ന ആളെ എന്താണ് കൊടുക്കുക കിടക്കാൻ? റമദാൻ മാസത്തിന് കുറെ പഴയ മുസല്ല എടുത്ത് താഴെ തെങ്ങിന്റെ മൂട്ടിലോട്ട് എറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് മദ്രസയിലെ ഒടിഞ്ഞ 2 ബെഞ്ച് ചേർത്ത് വെച്ച് മെത്ത ആർക്കാ അതിൽ കിടക്കാം. ഖബറിന്റെ അടുത്ത് ചെറിയ ഓലപ്പുരക്കകത്ത് ഇതും പിടിച്ച് കിടക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീന്മാരോട് പറയാൻ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഇടം തരും, പക്ഷേ ഫിത്ന ഉണ്ടാക്കരുത്. ഇരിക്കണം മുസ്ലിയാർക്ക് പണിയരുത്. ബാങ്കൊക്കെ സെറ്റപ്പാണ്, പ്രതിഫലമൊക്കെ കിട്ടും, പക്ഷേ മൊയ്യാർക്ക് പണി വേണ്ട. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി ബാങ്ക് വിളിച്ച് ജീവിച്ചോ, സുഖമായിട്ട് ആഖിറം രക്ഷപ്പെട്ടു. കാരണം ആ ജോലിക്ക് തുടക്കം കുറിച്ചതാരാ? വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി. നബിയില്ല ലോകത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത്. വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി. കറുത്തവനായ ബിലാലിനെ സയ്യിദെന്ന് വിളിപ്പിച്ച പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ മുമ്പിലേക്ക് മദീനയുടെ മുറ്റത്ത് വന്ന് ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, നബിയേ, എനിക്കിനി മദീനത്ത് ബാങ്ക് വിളിക്കാൻ കഴിയൂല നബിയേ, അങ്ങയുടെ റൗളാ ശരീഫിന്റെ മുമ്പിൽ നിന്ന് ഞാനങ്ങ് പോവാണ് നബിയേ. കറുത്ത ബിലാലിന്റെ വെളുത്ത മനസ്സിന് സ്വീകരണം തന്ന നബിയേ, യാ ബിലാൽ ഹാദിഹിൽ കഅബത്തിൽ ഉല്യാ. ബിലാലെ കയറ്, ബിലാല് ഈ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാ എന്ന് പഠിപ്പിച്ച ഹബീബ്. വെളുത്ത ഉസ്മാനിനെ, വെളുത്ത സമ്പന്നനായ ഉസ്മാനിനെ മാറ്റി നിർത്തിയിട്ട് അതിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്ത നബിയേ, ജനങ്ങൾ എന്നെ സയ്യിദെന്ന് വിളിപ്പിച്ച നബിയേ, അങ്ങ് ഏൽപ്പിച്ച ജോലിയിലാ മദീനയുടെ മുറ്റത്ത് അങ്ങയുടെ പേര് പറയാ എനിക്കിനി കഴിയില്ലെന്ന് പറഞ്ഞ് ബാങ്കിലൂടെ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോരാ പരിശുദ്ധ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടികളായി തലമുറക്കാരായി ബാങ്ക് വിളിക്കുന്നവര് നല്ല ജോലിയാണ്, നല്ല ജോലിയാണ്, നല്ല ഉദ്ദേശമാണെങ്കിൽ വിജയമാണ്. അവർക്ക് പോലും ഇന്ന് ശമ്പളമില്ലല്ലോ. ഏറ്റവും അധികം ആക്ഷേപിക്കുന്നത് അവരെയാണ്, ഏറ്റവും അധികം ആക്ഷേപിക്കുന്നത് അവരെയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പാവപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് കള്ളവാറ്റുകാർ കാശ് കൊണ്ട് കൊടുക്കും. ഇമാമ് ചാർജ് എടുത്തതിന്റെ അന്ന് തന്നെ, സാറേ വാരക്കണം, ഒരു 5000 രൂപ ഉണ്ട്, എനിക്ക് ഇച്ചിരി വാറ്റ് ബിസിനസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ ഈ കാശല്ല, ഇത് വാറ്റിയ ബിസിനസിന്റെ കാശല്ല, ഇത് ഊറ്റിയ ബിസിനസിന്റെ കാശല്ല.
ഇതറിയാതെ നമ്മൾ ആലോചിച്ച് നോക്കണം. പലരും ഇങ്ങനെയാണ് പള്ളി വിലക്കെടുത്തത്, കമ്മിറ്റിക്കാര് വിലക്കെടുത്തത്, ഉസ്താദുമാര് വിലക്കെടുത്തത്. റബ്ബ് വിടൂന്ന് വിചാരിക്കണം. ഒരുപാട് വമ്പന്മാര് ശരിക്ക് കിടന്ന് പിടഞ്ഞു പോയ കേരളമാണിത് എന്ന് നമ്മൾ ഓർക്കണം. 16 വയസ്സു മാത്രമുള്ള തിരുവനന്തപുരം ജില്ലയുടെ കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ 60 ദിവസത്തെ ആയുസ് മാത്രം ഡോക്ടർ പറഞ്ഞുകൊടുത്ത ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഞാൻ പോയി കണ്ടതാ പ്രിയപ്പെട്ടവരെ. മരിക്കാൻ കിടക്കുമ്പോ വെള്ളം ഉമ്മ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് ചെന്നപ്പോ അവനാണ് വന്ന് ഡോറ് തുറന്നത്. ട്യൂമറും വൃക്ക തകരാറും ഒരുമിച്ച് ശരീരത്തെ അലട്ടി. 16 വയസ്സ് മാത്രമുള്ളൂ. മരിക്കാൻ പോവാൻ വെള്ളയും വസ്ത്രമൊക്കെ ധരിച്ച് തസ്ബീഹ് കയ്യിൽ വെച്ച് കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരു ചെറിയ കട്ടിലിന്റെ മുകളിൽ ഒരു ചെറിയ മുസാഫം വെച്ച് അസ്റായിലിനെ പ്രതീക്ഷിച്ച് കഴിയാൻ. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ദുനിയാവിന്റെ ഓരോ ഭാഗത്ത് ഇതുപോലെ ചിലർക്കുള്ള പരീക്ഷണം കൊടുക്കുമ്പോ ഞാനും നിങ്ങളും 1 കോടി അൽഹംദുലില്ലാഹ് റബ്ബിന് പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് നമുക്ക് അള്ളാഹ് അനുഗ്രഹം തന്നിരിക്കല്ലേ. അതുകൊണ്ട് പണപ്പെരുപ്പം വരുമ്പോ അള്ളായെ മറക്കല്ല സഹോദരാ. പണം കൊടുത്തു ദീനിനെ വാങ്ങാൻ കഴിയില്ല സഹോദരാ. അതുകൊണ്ട് പലിശയെന്ന പാതകം ഇന്ന് ഒരിക്കലും സമുദായത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാതെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഗൗരവം ഞാൻ തിരിച്ചുകൊണ്ടുവരട്ടെ. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു റമളാനിന്റെ പരിശുദ്ധ രാത്രിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് ഇഅ്തികാഫിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. റമളാൻ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാഹ്യത്താ മത്ലഉൽ ഫജ്ർ. നേരം പുലരുവോളം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ദുനിയാവിന്റെ തിരിക്കുപുറത്തേക്ക് വാനലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്ന് പറന്നിറങ്ങി വരുന്ന രാത്രിയാ ലൈലത്തുൽ ഖദറിന്റെ രാത്രി. പ്രിയമുള്ളവരെ, ആ രാത്രിയിൽ അള്ളാന്റെ പള്ളിക്കകത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഇഅ്തികാഫിരിക്കുകയാ. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലൊരു തോന്നല്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പായ അടക്കിയിരിക്കുന്നത് ഇവിടെയാണല്ലോ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിലാണല്ലോ. അതുകൊണ്ട് ഉപ്പാടെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാ. അനുഗ്രഹത്തിന്റെ രാത്രിയല്ലേ, റമളാനിന്റെ രാത്രിയല്ലേ, വാപ്പാക്ക് സ്വർഗത്തിന്റെ നിലാവ് കൊടുക്കാൻ എന്നെ പഠിപ്പിച്ച, എന്നെ ഞാനാക്കി മാറ്റിയ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറിലൊന്ന് പോകാം. റമളാനിന്റെ പാതിരാ സമയത്ത് പള്ളിക്കകത്തിറങ്ങിയിട്ട് ആ ഖബർസ്ഥാനിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ടവര്, ആഗ്രഹിക്കുന്നില്ലേ ഉപ്പാ? ഇതുപോലെ ഒരു രംഗം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആദൂർ പള്ളിയുടെ ഖബർസ്ഥാനില്, അതുപോലെ ഈ തൃശൂർ ജില്ലയുടെ കുന്നംകുളം ഭാഗത്തെ പരിസരങ്ങളിലുള്ള മുസ്ലിം മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഉപ്പമാരായി ഞാനും നിങ്ങളും മാറുമ്പോ, ഉമ്മമാരായി ഞാനും നിങ്ങളും മാറുമ്പോ നമ്മുടെ മക്കൾ വരുമോ? ഉമ്മ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാൻ നമ്മുടെ മക്കൾ വരുമോ? 3 വയസ്സുള്ള മക്കളെയും പിടിച്ച് മടിയിലിരുത്തി മിച്ചറും കൊടുത്തിട്ട് അലാവുദ്ദീന്റെ വിളക്ക് കാണിക്കുന്ന നാണം കെട്ട പെണ്ണേ, നിന്റെ ഖബർ പോലും നിന്റെ മക്കൾ മറന്നു പോകും. സമുദായമേ, ഖുർആൻ ഓതണ്ടേവര്, ഖുർആൻ പഠിക്കണ്ടേവര്, സലാത്ത് ചെല്ലണ്ടേവര്, മാതാപിതാക്കളെ ആദരിക്കണ്ടേവര്, അതിനു വേണ്ടിയിട്ട് മദ്രസാ പഠനത്തിലൂടെ താല്പര്യം കാണിക്കുക. അതുകൊണ്ടാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറിന്റെ അരികിലേക്ക് പോകുന്നത്. ചെറിയ പറവറപ്പുണ്ട്, ഇപ്പൊ നേരത്തെ ഓഫായതിനു ശേഷം അതിനുവേണ്ടിയാ പോകുന്നത്. നമ്മളെ പോലെ പ്രിയമുള്ളവരെ, മക്കളെ ദുനിയാവിന് വേണ്ടി മാത്രം അങ്ങ് പടച്ചു വിട്ടവരല്ല, ആഖിറത്തിന് വേണ്ടി അവരെ തിരിച്ചുവിട്ടവർ. ശരിക്കും മതപഠനമൊക്കെ അതിന് അനിവാര്യമാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചെന്നു ദുആ ചെയ്തു പിതാവിന് വേണ്ടി. പാതിരാ സമയത്ത് ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അറിയാതെ ഞെട്ടിപ്പോയ ഒരു സംഭവമുണ്ടായി. പള്ളിക്കാടാണല്ലോ, പള്ളിക്കാട്ടിലാണ് നാളെ മണിയേറ, മറമാടിടുന്നു. 马拉马迪ดุมโนคัลลุนินเดมีเด
പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ ആരും വരൂല പെങ്ങളെ. തോളത്ത് കൈയിടാൻ ആളില്ല, ഫസാദ് പറഞ്ഞവരില്ല, നോട്ടീസ് അടിച്ചവരില്ല. ഇരുട്ടറയിൽ ഒളിച്ചിരുന്നുകൊണ്ട് പള്ളിയുടെ മുമ്പിലേക്ക് ആദർശം പണയം വെച്ചുകൊണ്ട് നട്ടലില്ലാതെ വലിച്ചെറിഞ്ഞ കടലാസിന്റെ മുതലാളിമാരില്ല, ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റക്കാ പള്ളിയുടെ പറമ്പിനകത്ത്, ആ ഇടുങ്ങിയ കബറിനകത്ത് അടിയിൽ മണ്ണാണ്, അരികിൽ മണ്ണാണ്, മുകളിൽ മണ്ണാണ്. അതിന്റെ അകത്ത് കിടക്കുന്നതിനെ മറക്കല്ലേ. ദുനിയാവ് ഇബ്ലീസ് പലതും പറഞ്ഞു തരും, പെട്ടുപോകല്ല മോനെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നൂറുകണക്കാരെ ഖബർസ്ഥാനുള്ള ഖബർസ്ഥാനിൽ നിന്ന് വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ എവിടെയോ നിന്നൊരു ഭയാനകരമായ ശബ്ദം കേൾക്കുകയാ. ഞെട്ടിത്തരിച്ചുപോയി, പേടിച്ച് ഭയന്ന് വിറച്ചുപോയി. ജീവനോടെ ഒരു മനുഷ്യന്റെ ശരീരം പച്ചക്ക് വെട്ടി അരിയുന്ന വേദന ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ആ വേദന അനുഭവിക്കുമ്പോ നിലവിളിക്കുന്ന പോലെ ഒരു നിലവിളി, ജീവനോടെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ നിലവിളിക്കണ പോലെ ഒരു നിലവിളി, പച്ചക്ക് തൊലി ഉരിഞ്ഞെടുക്കുമ്പോ പൊട്ടിക്കരയണ പോലെ ഒരു കരച്ചിൽ. ഇതെവിടെന്നാ റബ്ബേ രാത്രി കേൾക്കുക? ആരുമില്ലാതെ ഒറ്റയ്ക്ക് കവറിന്റെ അടുത്ത് വാപ്പാക്ക് സിയാറത്ത് ചെയ്തുകൊണ്ട് പേടിച്ചുപോയി. പെട്ടെന്ന് പള്ളിയിലുള്ളവരല്ല, എന്തായാലും അവിടുന്ന് വിളിച്ചവിടെ കേൾക്കൂല. അപ്പൊ പിന്നെ ഈ ഖബർസ്ഥാനിലുള്ള ഏതോ ഖബറിന്റെ അകത്തുനിന്നാണല്ലോ റബ്ബേ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പാതിരാ സമയത്ത് നടന്നുപോയി. ശബ്ദം കേട്ട ഭാഗത്ത് ചെന്ന് നോക്കുമ്പോ ശബ്ദം നിന്നു. പഴയ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു ഖബറാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. റമദാനിന്റെ 20 ലൈലത്തുൽ ഖദറിന്റെ രാത്രിയായിട്ട് പോലും ഈ ഖബറിൽ കിടക്കുന്നവർക്കൊരു സമാധാനമില്ലെങ്കിൽ ഇയാൾ എന്ത് തെറ്റ് ചെയ്തു അല്ലാഹ്, നീ പുറത്തു കൊടുക്കല്ലാതെ ദുആ ചെയ്ത് തിരിച്ചു വരികയാണ്. പള്ളിയിൽ വന്നിട്ട് സമാധാനമില്ല. സുബഹി നിസ്കരിക്കാവുന്നവരിൽ ഏറ്റവും പ്രായമുള്ള ഒരു ഉപ്പയോട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, ഞാനൊരു ഖബർ കാണിച്ചു തരട്ടെ, ആ ഖബർ ആരുടെ ഖബറാണെന്ന് അവിടത്തേക്ക് പറയാൻ കഴിയുമോ? ആ ഉപ്പ പറഞ്ഞു, തങ്ങളെ, ഒരു 10-30 വർഷം കൊണ്ട് ഇവിടത്തെ എല്ലാ മരണങ്ങളും ഞാൻ കാണുന്നവനാണ്. എല്ലാ ഖബറടക്കത്തിനും ഞാൻ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എത്താറുണ്ട്. അതുകൊണ്ട് 30 വർഷത്തിനകത്ത് അടക്കപ്പെട്ട ഖബറാണെങ്കിൽ അതാരുടെന്ന് പറയാൻ എനിക്ക് കഴിയുന്നതാ. അങ്ങനെ കൊണ്ടുപോയി അതാ തലേ ദിവസം നിലവിളി മുഴങ്ങി കേട്ട ഖബറിന്റെ ഭാഗത്ത് കൊണ്ട് ചെന്നു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉപ്പാ, ഇതാരുടെ ഖബറാണ്? പ്രിയപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിനോട് പിതാവ് പറഞ്ഞു, ഇയാളുടെ ഖബറിന്റെ അകത്തിരുന്ന് നിലവിളി കേൾക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം ഇയാള് നിസ്കാരമുള്ളവനാ, നിസ്കാര തഴമ്പുള്ളവനാ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തവനാ, റമദാന് പള്ളിയിൽ പോയിരുന്നവനാ, മക്കളൊക്കെ ദീനുള്ളവനാ. പിന്നെ ഈ ഖബറിന്റെ അകത്തിരുന്ന് നിലവിളി റമദാനിൽ കേൾക്കാൻ സാധ്യതയില്ല. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ല, ഈ ഖബറിൽ നിന്ന് തന്നെയാണ് ഗുണപാഠത്തിന് വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചതാണ്. ഈ മനുഷ്യൻ വല്ല തെറ്റും ചെയ്തോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കാൻ പറഞ്ഞപ്പോ ആ പിതാവ് പറയുന്നു, തങ്ങളെ, ഓർമ്മ വന്നുപോയി. ഒരുപാട് സാമ്പത്തികമുള്ള മനുഷ്യനായിരുന്നു. പെട്ടെന്നൊരു രോഗം അല്ലാഹു കൊടുത്തപ്പോ സമ്പത്തുണ്ടാക്കാറിന് കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മരിക്കുന്നതിനും 2 മാസം മുമ്പ് പലിശയ്ക്ക് കൊടുത്തവനാണ് തങ്ങളെ. പലിശക്കാരന്റെ ആശ്രയം താങ്ങി ജീവിക്കുന്നവര്, പലിശക്കാരന്റെ തോളത്ത് കൈയിട്ട് ജീവിക്കുന്നവര്, പലിശക്കാരന്റെ പള്ളിയിൽ കമ്മിറ്റിയിൽ സ്ഥാനം കൊടുക്കുന്നവര്, പലിശക്കാർക്ക് പള്ളിയിൽ 1-ാം നമ്പർ സ്ഥാനം കൊടുക്കുന്നവര്, പലിശക്കാരുടെ വാക്കിന് പൊതുയോഗത്തിന് വില കൽപ്പിക്കുന്നവര്, പലിശക്കാരുടെ കുടുംബത്തിന് സ്ഥാനം കൊടുക്കുന്നവര്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാ, പലിശക്കാരന് റമളാനിന്റെ 27-ാം രാവിന്റെ രാത്രിയിൽ പോലും ഖബറിന്റെ അകത്ത് സമാധാനമില്ല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. ദുനിയാവിന്റെ സൗന്ദര്യമായി വിളക്കുകളായി അല്ലാഹു തന്നിരിക്കുന്ന പണവും മക്കളെയും കൊണ്ട് നിങ്ങൾ മതിമറന്നു പോകല്ലേ. അത് കാരണം അരങ്ങ തകർക്കുന്ന അധാർമികതയുടെ വക്താക്കളായി ഈ സമുദായം മാറല്ലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ഒന്നാമത് അധാർമികത അരങ്ങ് തകർക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെടുക എന്നതാണ്. ദോ കദം കീ രാസ്താ ഹേ, സ്വർഗത്തിലേക്ക് എത്താൻ 2 കാൽപാദം മതി എന്നൊരു സൂഫിയായ മനുഷ്യൻ പറയാൻ. സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകണം 2 ചുവട്ടടിയേ ഉള്ളൂ. പെഹ്ലി കദം അപ്നെ നഫ്സ് പർ ഖുദാ കെ കദം, ദൂസരെ കദം ഖുദാ കെ ജന്നത്ത് പർ. ഒന്നാമത്തെ കാൽപാദം വെക്കേണ്ടത് ശരീരത്തിന്റെ ഇച്ഛയുടെ മണ്ടയിലാണ്. ശരീരത്തിന്റെ ഇച്ഛ അതിന് വിട്ടുകൊടുക്കരുത്. അതിനെ ചവിട്ടിയാൽ അടുത്ത കാല് വെക്കുന്നത് ഖുദാ കെ ജന്നത്ത് പർ, സ്വർഗത്തിലായിരിക്കുമത്രേ. അത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ശരീരം പലതും പറയും, ശരീരം പലതും മൂലിക്കും. എന്റെ സഹോദരിമാരെ, നമ്മുടെ മനസ്സിൽ പലവിധ ആഗ്രഹങ്ങളും മോഹങ്ങളും പടർന്നു പന്തലിച്ചു വരും. പിടിച്ചു നിർത്തുക. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. 2 മാർഗമല്ല തുറന്നു തന്നിരിക്കുന്നു. ഒന്ന് പള്ളി പോകാനുള്ള വഴി, മറ്റൊന്ന് പള്ളിയുടെ മുമ്പിലൂടെ തിയേറ്ററിൽ പോകാനുള്ള വഴി. എവിടെ വേണോ നിങ്ങൾക്ക് പോകാം. ആരോഗ്യം നിങ്ങൾക്കുണ്ട്, കാശ് നിങ്ങളുടെ പോക്കറ്റിലുണ്ട്, ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി. എവിടെ വേണോ നിങ്ങൾക്ക് പോകാം. പക്ഷേ ഈ വഴി നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഇന്ന ഗുണമുണ്ട്, ആ വഴി തിരഞ്ഞെടുത്താൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് അള്ളാന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ട നിങ്ങളാണ്. നാലാമത് അരങ്ങ് തകർക്കുന്ന അധാർമികതയുടെ മൂലകാരണമായി പറയാനുള്ള നാലാമത്തതെന്താ? ലഹരിയോടുള്ള അമിത താല്പര്യമാണ്. ലഹരിയോടുള്ള താല്പര്യമാണ്. പണ്ട് ഒരു വീട്ടിൽ ഒരു പെണ്ണിനൊരു വിവാഹാലോചന വന്നാൽ കള്ള് കുടിച്ച കൂട്ടുകാര് വരെ കൂടെ ഉണ്ടാവാൻ പാടില്ല എന്ന തീരുമാനമാണ് എടുക്കുക. ഇന്ന് പറയണ എന്താ? കള്ളു കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മുഴുക്കുടിയനാവാതിരുന്നാ മതി. ഫുൾ ടൈം കുടിക്കാൻ പാടില്ല, ശരിയൊക്കെ കുടിക്കാം പെരുന്നാളിന്, പിന്നെ അനുബന്ധത്തിന്, ഓണത്തിന്, ദീപാവലിക്ക്. അല്ലാതെ ഫുൾ ടൈം കുടിച്ചുകൊണ്ട് വരണം വരുമോ എനിക്കും ഉണ്ടാ. കാരണം എന്താ? മാമാക്കും അല്പസ്വല്പം ഒക്കെ ഒന്ന് ഒന്ന് കൂടാ. ഈ രീതിയിൽ വീട് വെക്കുമ്പോ പണ്ട് എഞ്ചിനീയറോട് പറയും നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം എന്ന് പറയണ പോലെ ഇന്ന് എഞ്ചിനീയറോട് മിനി ബാറ് വേണം എന്ന് പറയാം. എന്നിട്ട് എളാപ്പായും മോനും എല്ലാരും കൂടി സോഡ കൊണ്ടുപോവാ, തേനവാത്ത കൊണ്ടുവരും. കാരണം എന്താ? ബാക്കി തേനവാത്താക്ക. താത്ത പറയും ഗ്ലോറിയാക്ക് കുടിക്കാൻ കിട്ടുന്ന എനിക്ക് കുടിച്ചൂടെ. സീരിയൽ അഭിനയിച്ച് പല്ലിളിച്ച് കാണിച്ച് പലതും വാങ്ങിച്ച് കുടിച്ച് മോദി നടക്കും പെണ്ണുങ്ങൾ. സീരിയൽ അഭിനയിക്കുന്ന എത്ര പെണ്ണുങ്ങളെ ആ മുംബൈയിൽ വേശ്യാലയത്തിൽ നിന്ന് ഒരു രാത്രിക്ക് 25,000 രൂപ പണയം പിടിച്ചിട്ട് കിടന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്തത്. ആ പെണ്ണ് നമ്മുടെ ചാനലിൽ വന്ന് കരയുമ്പോ നമ്മൾ അറിയാതെ കരയുകയാണ്. നമ്മളെ കരയിപ്പിക്കുന്ന ഖുർആൻ അവിടെ നിന്ന് നമ്മളെ ശപിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശരിക്കും നമ്മൾ മടങ്ങി വരണം എന്റെ സഹോദരങ്ങളെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാണ്, എത്ര ദീനീ പ്രവർത്തനം നടത്തിയാലും എത്ര തഴമ്പ് വന്നാലും ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കരകയറാൻ കഴിയില്ല. കള്ളുകുടി എന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസ്, സർവ്വ തിന്മകളുടെയും ഉമ്മയാണ്. ശരിക്കാലോചിക്കാം. അതുകൊണ്ട് ഈ തർബിയത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ക്ലാസ് ആദ്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രായത്തിലുള്ള കൂട്ടുകാരെ വിളിച്ച് ലഹരി വിരുദ്ധ പോരാട്ടം തന്നെ നിങ്ങൾ നടത്തണം. ശരിക്കും നമ്മൾ ആലോചിക്കണം. അത് തർബിയത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാൻ, ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾക്ക് ഈ പള്ളിക്കകത്തിരുന്നൊന്ന് കരയാൻ പറ്റിയാൽ മരിക്കുന്നതുവരെ നിങ്ങൾ തോക്കൂല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, റൂഹ് പിരിയുന്നത് വരെ നിങ്ങൾ ആരും ഈ പള്ളിക്കകത്തേക്ക് കയറിയിട്ട് അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അതല്ല ആരെങ്കിലും തോപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ ആ അടുത്ത വർഷം എന്നെ വിളിക്കാൻ വേണ്ട. മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഈ പള്ളിക്കകത്ത് വന്ന് നിങ്ങൾ 2 റക്അത്ത് നന്ദിക്ക് വേണ്ടി നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും ജനങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രവർത്തനം നീ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ നിനക്ക് എന്ത് തരണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഹംദ് പറയുക, സ്വലാത്ത് ചൊല്ലുക, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് സർവ്വതും സമർപ്പിക്കുക. ആ ചിന്തയോടെ നാളെ മുതൽ ഒരു പരിശുദ്ധ ജീവിതത്തിന് ജനങ്ങളെന്തോ ആവട്ടെ, നിങ്ങൾ അവർക്കൊരു ഉത്തമ മാതൃകയാവുക. അത് നടത്താനും ബക്കറ്റെടുക്കാനും മാത്രം പഠിക്കുന്നവരല്ല നമ്മൾ, മറിച്ച് ആദർശം നമ്മുടെ നെഞ്ചിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാരായി നിങ്ങൾ മാറുക. ഏത് സംഘടനയിലും നിങ്ങൾ പ്രവർത്തിക്കട്ടെ. സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു സംഘടന നമുക്ക് വേണം. സുന്നത്ത് ജമാഅത്തിന്റെ ഏതിലും വേണം നിങ്ങൾ പ്രവർത്തിച്ചു. എല്ലാവർക്കും സംശയമാണ്, നൗഷാദ് വാക്കവ് ഇങ്ങനെ അവിയല് പരുവത്തിലാണ്. ഏത് സംഘടന അറിയാം?
ഏത് സംഘടനയിലാണെന്നാൽ ഏക്കൊറ്റ സംഘടന സുന്നത്ത് ജമാഅത്ത് സംഘടന. ഒരിക്കലും പുത്തൻവാദികൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് പണം വാങ്ങിയിട്ട് കൂറുമാറുന്ന സ്വഭാവം എനിക്കില്ല. മരിക്കുന്നത് വരെ അള്ളാഹ് തരാതിരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. സുന്നത്ത് ജമാഅത്ത് ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാക്കണം. അതിനുവേണ്ടി അടികൂടാൻ ഞാനില്ല. ഒരു സുന്നത്തിന് വേണ്ടി അടുത്ത സുന്നത്ത് കൊലച്ചു കൊടുക്കാൻ വല്ലാഹി ഞാനില്ല. അതെനിക്കിഷ്ടമില്ല. നമുക്ക് എത്ര കാര്യങ്ങൾ വേറെ ചെയ്തു തീർക്കാനും ഈ സമുദായത്തിന്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് നിൽക്കുക. അഹ്ലുബൈത്തിന്റെ ഗുരുത്വം അല്ലാഹു നമുക്ക് തരും. അവരുടെ തണലുണ്ടാവും, അവിടെ പ്രാർത്ഥനയുണ്ടാവും. എന്നും അടിയുണ്ടാക്കാത്ത ഒരു പ്രശ്നം അല്ലാഹു അത് നമുക്ക് ആവശ്യമാണ്. എന്തിനാണ് നമ്മൾ ചേരുതിരുണ്ടാക്കി, പള്ളിക്കകത്ത് കത്തിക്കുന്നുണ്ടാക്കി, അടിയും ബഹളം ഉണ്ടാക്കി ഈ സമുദായം കരയുന്നത്? ആ കണ്ണീര് ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീണാൽ അതൊരു വല്ലാത്ത പരാജയമായിരിക്കും ഈ സമുദായം. ഒരിക്കലും അതിനുവേണ്ടി ഞാൻ. അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശശാലികളാവുക. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കോ നിങ്ങൾ വോട്ട് കൊടുത്ത അതിലൊന്നും വിഷയമില്ല. പക്ഷേ പ്രിയമുള്ളവരെ, ചേരി തിരിഞ്ഞ് ചിന്ന ഭിന്നമായി നിങ്ങൾ മാറരുത്. അള്ളാഹുവിന്റെ ദീനിൽ ഒറ്റക്കെട്ട, തർബീയുടെ പേരിൽ ഒറ്റക്കെട്ട. ഇവിടെ നമുക്ക് ആദർശമെന്നേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഏറ്റവും വലിയ ലക്ഷ്യം മദീനയാണ്. മദീനയുടെ മണമുള്ള റസൂലിന്റെ ഗുണമുള്ള പൊരുത്തമാണ്. അതിനു വേണ്ടിയിട്ട് എവിടം വരെ പോകാൻ മനസ്സ് വെക്കുക. അതിനുവേണ്ടി പോകുമ്പോ ലഹരി 101 വട്ടവും നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. നിർത്തിയേ പറ്റൂ. കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസറിന്റെ ഭാഗത്തേക്ക് ചെന്ന് വെള്ളം കുടിക്കാൻ കഴിയാറ്. പ്രിയമുള്ളവരെ, ദുനിയാവിൽ കള്ളു കുടിച്ചവര് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ഉമ്മയെ ഉമ്മയായി തിരിച്ചറിയാൻ കഴിയാത്ത, പെങ്ങളെ പെങ്ങളായി തിരിച്ചറിയാൻ കഴിയാത്ത കാമകേളിയുടെ കൂപ്പരങ്കുകൾക്ക് തിരികൊളുത്തുന്ന കള്ളുകുടിയുന്ന ദുർഗുണത്തെ മാറ്റാ എന്റെ സഹോദരങ്ങൾ മനസ്സ് വെക്കണേ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് വിശദീകരിക്കാറുണ്ട്, നേരമില്ല, അതിനുള്ള ആഫിയത്തുമില്ല. ഒരൊറ്റ കാര്യം കൂടി സമാപനമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അരങ്ങ് തകർക്കുന്ന അധാർമികതയുടെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ആഘോഷങ്ങളാ, നമ്മുടെ ആഭാസങ്ങളാ. കല്യാണ വീടാണെങ്കിലും, പെരുന്നാൾ ആഘോഷമാണെങ്കിലും, നബിദിന ആഘോഷമാണെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, പരിവിട്ടുപോയ ആഭാസത്തിന്റെ ആഘോഷങ്ങളായി അതപ്പതിക്കുമ്പോ അവിടെയാണ് ഏറ്റവും വലിയ അധാർമികത സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് കല്യാണ വീടുകളിൽ എന്തോരക്രമമാണ്. പുതുമാപ്പിള കിടക്കുന്ന പട്ടുമെത്തയിൽ 25 കിലോ പഞ്ചസാര കൊണ്ട് വിരിപ്പിനടി വിരിച്ചിട്ട് കൂട്ടുകാർ പോവും. അല്ലയാ ഇറങ്ങട്ടെ, അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാഹ് മൊബൈൽ ഓഫാക്കരുത്, ഞാൻ വിളിക്കും. ഭാര്യയും ഭർത്താവും ഇത് അറിയണില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കല്യാണ ചതിയാണ്. സമ്മാനം എന്താ? 25 കിലോ പഞ്ചസാര മെത്തയുടെ വിരിപ്പിനടിയിൽ കൊണ്ടുവന്ന് വാരി വിതറി. അവസാനം പുതുമാപ്പിളയും പുതുവണ്ണും വന്ന് മണിയറയിൽ വന്ന് മെത്തയിലിരുന്നു. പുതുമാപ്പിള ചോദിക്കും, നിന്റെ പൂർണ്ണമായ പേരെന്താന്ന് പറഞ്ഞ? വൈഫ് നബീസാന്ന് തന്നെ. നീ എന്താ ചോദിക്കണം? എന്തോ ഊരലും കടിയൂല. എവിടെന്നാ? 25 കിലോ പഞ്ചസാര 25 ദിവസം ഉറുമ്പിനെ കൊന്നാലും തീരൂല. അന്ന് അവിടെ കിടക്കാൻ പറ്റും. പേരെഴുതി ഒട്ടിച്ചത് അവിടെ കിടക്കും. ഉപ്പാപ്പ പോയി അവിടെ കിടക്കും. ശ്വാസം വിട്ടുള്ള മക്കളെ അറാത്ത് കിടക്കും. കൂട്ടുകാർ കൊടുക്കണ പണിയാണ്. പടക്കം പൊട്ടിക്കൽ 50 ലക്ഷം രൂപയുടെ. തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു മുസ്ലിം പണക്കാരന്റെ മോള കല്യാണത്തിന് നിക്കാഹ് നടത്താൻ പോയ മുസ്ലിയാരിരുന്നത് ഗാനമേളക്കാരന്റെ ഹാർമോണിയ പെട്ടിയുടെ മണ്ടേരം. ഇരിക്കാ സീറ്റ് വരെയില്ല. പണ്ട് മൊയ്ലാര് നിക്കാഹ് വരെയെങ്കിലും മൊയ്ലാരെ ശ്രദ്ധിക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മൊയ്ലാർക്ക് ചോറ് വേണോ ചാപ്പാട് വേണോ അന്ന് നോക്കൂല. നമ്മളെ വാട്ടിൽ മൊയ്ലാര് കടന്ന് ഉന്തും തള്ളി ആടിച്ചോടിച്ച് ഇടിയും കെട്ടി ഓടി മാവോ സീറ്റ് കെട്ടിയാ ഓടി വന്ന് പൊട്ടിയ ചെരുപ്പ് മൊയിലോട്ടൊക്കെ ഓടി വന്നിരിക്കുമ്പോ പെണ്ണുങ്ങൾ കഴിക്കുന്ന സ്ഥലത്താ മൊയ്ലാരെ കിട്ടി. താത്തമാര് നോക്കോ? ഒരു താത്ത പറയാം, എടി പള്ളിയിലെ കത്തിയോ നീ വാരിക്കുന്നോട് കൂടി അയാളോട് ശ്രദ്ധിക്കൂല. ഇങ്ങനെ അപ്പോ അന്ന് നിക്കാഹിന്റെ സമയത്തെങ്കിലും ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ന് അപ്പോഴും ശ്രദ്ധിക്കൂല. ഇരിക്കാന് മൊയ്ലാരുടെ ഔദാര്യമാണ്. ചെന്ന് നടത്തി കൊടുത്തല്ലേ പറ്റൂ. പ്രധാന ആളായി പോയില്ലേ പാവം. അങ്ങനെ ചെന്ന് ഹാർമോണിയപ്പെട്ടിയിൽ സീറ്റിലാൻ അവിടെ സ്ഥലമില്ല. വില കൂടിയ ഗാനമേള ആകുമ്പോ അപ്പുറത്തോളം സൗകര്യം ആകുമ്പോ എടുത്ത് മാറ്റാൻ പറ്റൂലല്ലോ. മാറ്റിയാ പിന്നെ ഇതൊക്കെ വേറൊക്കെ എടുത്ത് കൊടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നടക്കൂല. എന്തൊരവസ്ഥയാ.
അതുകൊണ്ട് ആഘോഷങ്ങളെ ആഭാസമാക്കി മാറ്റുന്ന സഹോദരങ്ങളെ, കല്യാണമെന്ന് കേൾക്കുമ്പോ സഹോദരിമാര് ചിന്തിക്കുകയാണ്, അനാർക്കലി ഇടണമോ, പാട്ടിയാല ഇടണമോ, തേരിക്കൊണ്ടൊരു കുഞ്ഞാടണമോ, മഞ്ഞയിൽ പുള്ളിയുള്ളത് വേണോ, പുള്ളിയിൽ വള്ളിയുള്ളത് വേണോ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അലമാര തുറന്നിട്ട് ആശയക്കുഴപ്പത്തിൽ തലകുനിഞ്ഞിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന പെണ്ണേ, വീഡിയോക്കാരന്റെ മുമ്പിലൂടെ ഈ സമുദായത്തിന്റെ പർദ്ദയിട്ട പെണ്ണ് ഗ്ലാമർ പ്രകടിപ്പിക്കുന്ന അവസ്ഥയല്ലേ നമ്മൾ കാണുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കാറ്ററിംഗ് സർവീസുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരെ പരിഹസിക്കുന്നില്ല, നിങ്ങളുടെ ജീവിത മാർഗമായിരിക്കാം സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഐസ്ക്രീം കൊടുക്കുമ്പോ ഐസ്ക്രീമിന്റെ കമ്പിൽ ഫോൺ നമ്പർ എഴുതി കൊടുക്കും. അതിനോരത്ത് കള്ളുകുപ്പി പൊട്ടിച്ചിരിക്കുന്ന ഡിസംബർ 31 12 മണിയുണ്ടല്ലോ എന്റെ സഹോദര, അല്ലാഹയെ മറക്കല്ല പോലെ. ഒരു വർഷം കൂടി അല്ലാഹു നിനക്ക് തന്നതിന് വേണ്ടി അതിന് നിങ്ങൾ ഏറ്റവും അധികം പൊട്ടിക്കരയേണ്ടത്, അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തേണ്ടത് ഈ മാസത്തിലാണ്, മുഹറം മാസത്തിലാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. പുതുവർഷം നമുക്ക് മുഹറമിലാണ്. ഈ വർഷം, പുതിയ വർഷം, ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു ദുആ, പുതിയ ഒരു ജീവിതത്തിന്റെ മുഹറമിന്റെ സെക്കൻഡുകൾ നമ്മുടേക്ക് വരിക. നാളെയും മറ്റന്നാളും നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുമ്പോ പൊട്ടിക്കരഞ്ഞ്, അല്ലാഹുവേ ഇന്നലെ കുറെ അത് കേട്ടു, ജീവിതം അതിൽ നിന്ന് മാറ്റാതെ നീ ഉറപ്പിച്ചു നിർത്തുള്ള ശരിക്ക് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ്. അതിനൊന്നും പിടികൊടുക്കാതെ, കാരണം എന്തെന്നറിയോ, നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം എവിടെയായിരിക്കും? ഏറ്റവും വലിയ ആഘോഷം ജനങ്ങളൊക്കെ പൊട്ടിക്കരയുമ്പോൾ വലതുത്തുക്ക ഉമ്മുക്ക യബ്ന ആദം ബാക്കിയാ വന്നാസു ഹൗലക ലാഹികം വസുറൂറാ. മോനെ, നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മായുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങളെല്ലാം ചിരിക്കുകയാണ്. ഇതുപോലെ ജനങ്ങളെല്ലാം പൊട്ടിക്കരയുമ്പോൾ ഫജ്ഹദ് നഫ്സിക അംതകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം വസുറൂറാ. അതുകൊണ്ട് നീ മരിക്കുമ്പോ മറ്റുള്ളവർ കരയട്ടെ, പക്ഷേ നീ ചിരിക്കട്ടെ. അതിനുവേണ്ടി നീ പരിശ്രമിച്ചുകൊള്ളുക. നിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ രാത്രി എവിടെയായിരിക്കണം ഉമ്മ? കല്യാണ വീട്ടിന്റെ അറയിലല്ല, ഉത്സവപ്പറമ്പിലല്ല, തിയേറ്ററിന്റെ അകത്തല്ല, ഫാൻസ് അസോസിയേഷന്റെ ഫ്ലെക്സ് ബോർഡ് കെട്ടിയിട്ട് ലാലേട്ടനും മമ്മൂക്കാക്കും വേണ്ടി തക്ബീർ വിളിക്കുന്ന നട്ടലില്ലാത്തവനെ, അവർക്ക് വേണ്ടി ജീവിതം പണയപ്പെടുത്തുന്നവനെ, തമിഴ്നാട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് ചണ്ട് കാണിക്കുന്ന സിനിമാ നടന്മാരുടെ ഫോട്ടോ പേഴ്സിനകത്ത് വെച്ച് മുത്തം കൊടുത്ത് പോറ്റുന്നവരെ, വേണ്ട മോനെ വേണ്ട. അല്ലാഹു പടച്ചതമ്പുരാന്റെ പള്ളിപ്പറമ്പിൽ പോകുമ്പോഴാണ് നിന്റെ ഏറ്റവും വലിയ സന്തോഷം നിനക്കവിടെ വരേണ്ടത്. ഫിഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് മണ്ണ് വാരിയിട്ട് ജനങ്ങൾ പിരിയുമ്പോ നിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ രാത്രി നിനക്കവിടെ കിട്ടട്ടെ. അവിടെ പൂമാല അണിയിക്കട്ടെ, അവിടെ മധുരം വിതറട്ടെ. എന്തിനാണ് കൂട്ടുകാരോടൊത്തുകൊണ്ട് ആഭാസത്തിന് പിരിതളിക്കുന്നൊരു സഹോദരാ? കല്യാണ മാമാങ്കങ്ങൾ കരുതി വരുത്താൽ, അതുപോലെ ആഘോഷങ്ങൾ കരുതി വരുത്താൽ, ഈ പെരുന്നാളും ഓണവും ചേർന്നു വന്ന മാസത്തിൽ ഏറ്റവും അധികം കേരളത്തിൽ കള്ളുകുടിച്ച ജില്ല ഏതെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് ലജ്ജയുണ്ട് പ്രിയപ്പെട്ടവരെ. പച്ച പിടിച്ചു കിടക്കുന്ന കേരളത്തിന്റെ ജില്ലയിൽ മുസ്ലിം സമുദായം കള്ളുകുടിക്കാറ് എങ്ങനെയാണ് കള്ളിന് 1-ാം നമ്പർ കിട്ടുക? എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, റമദാനിൽ കരഞ്ഞിട്ടെന്തേ, വാതിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടെന്തേ, നിന്റെ തലച്ചോറിലെ വെള്ളം പറ്റിപ്പോകുന്നതെന്താ? അതുകൊണ്ട് വേണ്ട വേണ്ട, അല്ലാഹു തീരുമാനിച്ച മരണം വരുന്നതിന് മുമ്പ് ഇതിൽ നിന്നെല്ലാം ഒഴിവായി ധർമ്മമുള്ള ഒരു ജീവിതം, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജീവിതം അല്ലാഹുവിന് കൊടുക്കാൻ മനസ്സ് വെക്കുക. അല്ലാഹു അതിന് നമ്മെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആരും എഴുന്നേറ്റ് പോകരുത്.
നിങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ ദിവസത്തെ വാതിൽ, വേറൊന്നുമില്ല. ഈ ഒരുമിച്ച് കൂടിയ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അത് വേണമെന്ന് കൊതിക്കുന്നവനെ. കാരണം ആ ദുആ കൊണ്ട് രക്ഷപ്പെട്ടവനാണ് ഈ സാധുവായ സഹോദരൻ. ഇൽമിന്റെ മജ്‌ലിസിന്റെ ദുആഇന് ഒരു സ്ഥാനം കൊടുത്തതുകൊണ്ട് അല്ലാഹു തആല ഈ രീതിയിലേക്ക് എന്നെ എത്തിച്ചു. നിങ്ങളും അങ്ങനെ കൊടുക്കും. നമ്മുടെ ജീവിതം മെച്ചപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്ത്രീകൾ ഒഴിച്ച് ബാക്കിയുള്ള പുരുഷന്മാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 11 സ്വലാത്ത് മദീന മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ചെല്ലുക. ദുആ ചെയ്ത് നമുക്ക് പിരിയാം. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد اللهم صل عليه وسلم. ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. അതിലുപരി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു നോട്ടീസ് കിട്ടി. അതിന്റെ അകത്ത് നൗഷാദ് ബാഖവി തിരുവനന്തപുരം ഇമാംസ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റാണ് എന്നൊക്കെ അതിനകത്ത് എഴുതിയിരിക്കുന്നു. അവരറിഞ്ഞാൽ എന്നെ വീട്ടിൽ വന്നടിക്കും. അതിനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല ഇമാം കൗൺസിലിന്റെ പ്രസിഡന്റ് ആകാൻ. ആകെ വെള്ളിയാഴ്ച മാത്രം ജുമയ്ക്ക് ഇമാമത്ത് നിൽക്കുന്ന ആളാണ്. ബാക്കിയുള്ള സമയം പള്ളി ജോലി വരെ ഇല്ലാതെ കറങ്ങി നടന്ന് ഏതെങ്കിലും പള്ളിയുടെ പുറകിൽ പോയി നിസ്കരിക്കുന്ന ഒരു മാമൂമാണ്. അതുകൊണ്ട് ഇമാമിങ്ങളുടെ കൗൺസിലിന്റെ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയൊന്നുമില്ല. എന്തായാലും എന്നെ വലിയ ഒരു ഭീകരവാദിയും തീവ്രവാദിയാക്കാതെ ഇമാം കൗൺസിലെങ്കിലും ചേർത്തതിന് നന്ദിയുണ്ട്. മറുപടി പ്രസംഗം വേണ്ടെന്ന് ഉസ്താദിനോട് പറഞ്ഞു. അന്ന് വെച്ചുകേട്ട് മറുപടി പറഞ്ഞാണ്ടല്ലോ എഴുതിയ ആളിന്റെ വിരൽ പിന്നെ എഴുതാൻ പറ്റൂല. ആ രീതിയിലാവും. അതൊക്കെ അറിയാം, പക്ഷെ അതൊന്നും ചെയ്യൂല. ഞാൻ ഒരു സംഘടന സുന്നത്ത് ജമാഅത്ത് വിട്ടൊരു കളിക്കില്ല. ഒരു സംഘടനയുടെ മെമ്പറല്ല. ഇൻഷാ അല്ലാഹ് മെമ്പർ ആകും ഒരു സംഘടനയുടെ. അത് ഇൻഷാ അല്ലാഹ് ആകുമ്പോ പത്രത്തിലേക്ക് വരും, നിങ്ങൾ അറിയുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അത് അടിസ്ഥാനമാണ് നമ്മുടെ ഉസ്താദിന്റെ പൊരുത്തം, എന്റെ പ്രിയപ്പെട്ട വരവൂരും ഉസ്താദിന്റെ പൊരുത്തം, എന്റെ ഗുരുനാഥന്മാരുടെ പൊരുത്തം. ആ പൊരുത്തമാണ് ദുആഇൽ ഇജാബത്ത്. വേറൊന്നും പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ ഉള്ളക്ക് വെറും കൊള്ളയായി ഈ പറഞ്ഞത് മാത്രം തന്നെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യും. ഒരിക്കലും ആക്ഷേപങ്ങൾ കണ്ട് പേടിക്കണമെന്നല്ല, അങ്ങനെ നിങ്ങൾ കരുതണ്ട. നോട്ടീസല്ല, TV തന്നെ എനിക്ക് വേണ്ടി ഇറക്കിയാലും അതൊക്കെ വളരെ സന്തോഷമുള്ളൂ. എത്രത്തോളം നിങ്ങൾ ഇറക്കുന്നു അത്രത്തോളം അള്ളാഹു ഉയർത്തും. ആ വിശ്വാസം എനിക്ക് ജീവിതത്തിലുണ്ട്. അങ്ങനെ തന്നെയാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിറക്കിയ സഹോദരൻ അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. പാവമാണ്, അറിവില്ലാ പൈതലല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നന്മ തിരഞ്ഞെടുക്കാൻ അള്ളാഹ് തൗഫീഖ് കൊടുക്കട്ടെ. ഒരിക്കലും നമ്മൾ ആരെയും നാളത്തെ വാദം ഇന്നത്തെ വാദം കൊണ്ട് കഴിഞ്ഞ് നാളെ രാവിലെ മുതൽ പിന്നെ ആരടാ നോട്ടീസ് ഇറക്കി നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിറങ്ങി ചർച്ചയൊന്നും വേണ്ട. അറിഞ്ഞത് ഇത്രയേ ഉള്ളൂ. വേറെ ഇനി ചർച്ചകളൊന്നും നടത്തി ചളവളമാക്കാതെ അവരവർക്ക് അവരവരുടെ ലക്ഷ്യം അത് മതി. ഒരു ചർച്ചയും വേണ്ട. തർബിയയുടെ 3-ാം വർഷത്തിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മ ആ മക്കൾ ചെയ്യും എന്ന ഉറപ്പ് ഈ സദസ്സിനെ സാക്ഷി നിർത്തി തന്നുകൊണ്ട് ഒരു സ്വലാത്ത് കൂടി ചൊല്ലി ദുആയിലേക്ക് വരികയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, റഹ്മാനായ രാജസയ്യിദായ കരുണക്കടലായ പടച്ചവനെ, സാധുക്കളായ പാപികളായ പാവപ്പെട്ടവരായ ജാഹിലീങ്ങളായ ഞങ്ങളുടെ ഈ രാത്രിയിലെ മുഹറമിന്റെ പരിശുദ്ധ രാത്രിയിലെ ഈ ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മജ്ലിസാണ് തർബിയയുടെ മക്കൾക്ക് വേണ്ടി നീ ഒരുക്കി കൊടുത്തത് റബ്ബേ. ഈ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ ചൊല്ലിയ സ്വലാത്ത് ഹബീബിന്റെ മദീനയുടെ മുനവ്വറയ്ക്കകത്തേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾക്കും അവിടെ എത്താൻ നീ തൗഫീഖ് തരണേ റബ്ബേ. എത്രയെത്ര ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ
കൂട്ടുകാരെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഭൂതെന്ന സഹോദരനെ പോലെ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ പോലെ, ചാവക്കാട്ടത്തെ ഫൈസലിനെ പോലെ, സുഹൃത്തുക്കളെ പോലെ, തിരുവത്രയിലെ കൂട്ടുകാരെ പോലെ, പന്നിത്തടത്തുള്ള മുഹമ്മദ് ഷാഫി എന്ന എന്റെ സുഹൃത്തും എന്റെ സഹപാഠിയും എന്റെ സഹകാരിയും എന്റെ വഴികാട്ടിയുമായ ദീനീ പ്രവർത്തകനെ പോലെ, അല്ലാഹുവേ ഇബ്രാഹിം ഉസ്താദിനെ പോലെ എത്ര സഹോദരങ്ങൾ, എത്ര പ്രിയപ്പെട്ട ദീനീ പ്രവർത്തകർ, എത്ര കൂട്ടുകാർ. റബ്ബേ, ഒരുപാട് ദൂരെ നിന്ന് വന്നവർ, ഇന്നലെ അത് പറഞ്ഞ എറണാകുളം ജില്ലയുടെ മേക്കാലടിയിൽ നിന്ന് വന്ന സഹോദരങ്ങൾ, അതുപോലെ ഇനി ഞാൻ പോകാൻ പോകുന്ന പള്ളിപ്പാടമടക്കമുള്ള, വരവൂരടക്കമുള്ള, ദേശമംഗലമടക്കമുള്ള സ്ഥലത്തു നിന്നെല്ലാം വന്ന കൂട്ടുകാര്. റബ്ബേ, ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. ഓരോരുത്തരും അവരവരുടെ ഓരോ സെക്കൻഡിനും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇൽമിന്റെ വേദിയിൽ സഹകരിച്ച മുഴുവൻ പേർക്കും നീ ഇൽമ കൊടുക്കണേ അല്ലാ, ഹിൽമ കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന് ശാന്തത കൊടുക്കണേ റബ്ബേ. ദുആ ചെയ്യാൻ വേണ്ടി എഴുതി തന്നിട്ടുള്ള നൊമ്പരങ്ങൾ നിന്നോട് പറഞ്ഞതാണ്. കുടുംബത്തിൽ ഒരു ഗതിയുമില്ലാതെ മക്കള് ജോലിക്ക് പോയിട്ട് പോലും സമാധാനമില്ലാതെ എഴുതി തന്ന പെങ്ങള്, ചാവക്കാടത്തെ ഒരു പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ നല്ല ജോലി, ഇങ്ങനെ എത്ര മോഹങ്ങളാണ്. അതിലുപരി അല്ലാഹുവേ, ഈ മഹല്ലിൽ ഒരുപാട് നാള് ജോലി ചെയ്തിരുന്ന സൈദലവി എന്ന പ്രിയപ്പെട്ട ഉസ്താദ് വല്ലാത്ത രോഗത്തിലാണ് തമ്പുരാനെ. അല്ലാഹുവേ, രോഗശാന്തി കൊടുക്കണേ അല്ലാ. നിന്റെ ദീനിനു വേണ്ടി ആദ്യമായി ഇഖ്ലാസോടെ പ്രവർത്തിച്ച ഈ തർബിയത്തിന്റെ പ്രസ്ഥാനത്തിനു വേണ്ടി ശരിക്കും ഉപദേശ നിർദ്ദേശം കൊടുത്ത മനുഷ്യനാണ്. ഒരു ബുദ്ധിമുട്ടും ശരീരത്തിന് കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആ രോഗത്തിന്റെ വേദന ഈ മജ്ലിസിന്റെ ദുആടെ പൊരുത്തം കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പാപിയായ എന്റെ കയ്യിൽ നിന്ന് 10 കുപ്പിയാണ് തേൻ എന്റെ സഹോദരങ്ങൾ വാങ്ങിക്കൊണ്ടുപോയത്. ആ മനസ്സറിയുന്ന അല്ലാ, അവരെ നീ നിരാശപ്പെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ഞാനിന്നിവിടെ വന്നപ്പോൾ എന്റെ ഈ നാട്ടിലെ ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരനായ അബ്ദുറസാഖ് എന്ന് പറയുന്ന വരവൂര് മണ്ണിന്റെ മണമേറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ, ആ സഹോദരന്റെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ കൂടെ വാതിന് വന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് കൂട്ടുകാർ, ഈ പരിസരത്തുള്ളവർ, ഒരുപാട് ദൂരെയുള്ളവർ, ഓണം പള്ളിയിലുള്ള സഹോദരങ്ങൾ, പെരുമ്പാവൂരുള്ള കൂട്ടുകാർ, അല്ലാഹുവേ, ഓരോ ചുവട്ടടിക്കും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ തർബിയ എന്ന പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ. റബ്ബേ, ഈ നാടിന്റെ നന്മ അവരുടെ മുഖ്യ ലക്ഷ്യമാക്കണേ അല്ലാ. ഇവരെ സഹായിച്ചവരെ നീ സഹായിക്കല്ലാ. വിദേശ രാജ്യത്തുള്ള ഒരുപാട് പേരുണ്ട്, ഇവിടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ നാട്ടിലൊക്കെയുള്ള ഇതിനോട് അഭിതയകാംക്ഷികളായ ഒരുപാട് സഹോദരങ്ങൾ സമ്പത്ത് കൊണ്ട് ഉപദേശം കൊണ്ട് സഹായിച്ചവരാണ്, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ വന്ന സഹോദരിമാർ ഞങ്ങളുടെ ഉമ്മമാരാണ്, ഞങ്ങളുടെ പെങ്ങന്മാരാണ്. നരകത്തിന്റെ വിറകാക്കി അവരെയും നിങ്ങളെയും മാറ്റല്ല അല്ലാ. അല്ലാഹുവേ, പാതിരാ സമയം സീരിയലിന് വേണ്ടി, സിനിമക്ക് വേണ്ടി ചെറിയ ഒരു ബ്ലൂടൂത്ത് വഴിയുള്ള മെമ്മറി കാർഡിന്റെ അകത്ത് മിന്നുമറിയുന്ന നഗ്നമേനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഖുർആൻ ഓതിക്കരയുന്ന, സലാത്ത് ചൊല്ലിക്കരയുന്ന, മദീനയ്ക്കു വേണ്ടി മരിക്കാനൊരുങ്ങുന്ന ഇവത്വമാക്കി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങളുടെ മദീനയാണ്. മദീനയില്ലാതെ മറ്റൊരു സ്വപ്നം ഞങ്ങൾക്കില്ല. റസൂലുള്ളാഹിയുടെ മനവറിയുടെ മുന്നിൽ പോയി പാവപ്പെട്ട ഞങ്ങൾക്ക് സലാത്ത് സലാം പറയാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ, തിരഞ്ഞെടുക്കണേ അല്ലാ, തിരഞ്ഞെടുക്കണേ അല്ലാ. രാജാതിരാജനായ അല്ലാഹുവേ, ദുആ നീ സ്വീകരിക്കല്ലാ. ഞങ്ങളുടെ ഉമ്മാടെ പൊരുത്തം ദാ അല്ലാ, ഞങ്ങളുടെ ഉപ്പാടെ പൊരുത്തം ദാ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ ഗുരുത്തക്കേട് തരല്ലേ അല്ലാ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ കാപ്പിൽ ഉമർ ഉസ്താദിന് ആയുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ.
രോഗശാന്തി കൊടുക്കണേ അല്ലാ. ആ മഹാന്റെ ദുആയിൽ അറിയില്ലാത്ത ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹു എന്റെ കൂടെ അൻവരിയ അറബി കോളേജിൽ പഠിച്ച ഉസ്താദാണ് ഈ മഹല്ലിന്റെ ബഹുമാനപ്പെട്ട ഖത്തീബ് അവർകൾ. അബ്ദുൽ സത്താർ മൗലവിക്ക് ആയുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പന്നിത്തടം സ്വദേശിയായ മുഹമ്മദ് ഷാഫി എന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കുഞ്ഞിന് ആരോഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും നീക്കിക്കൊടുക്കണേ അല്ലാ. അല്ലാഹു അതുപോലെ എത്ര 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 സുഹൃത്തുക്കളാണ്, അവർക്കൊക്കെ വേണ്ടി എന്നും ദുആ ചെയ്യാറുള്ളത് പോലെ ഈ ദുആയും നീ അവരെ കൂടി പരിഗണിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, തകരാറ് തരല്ലേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നിനു വേണ്ടി പള്ളിയുടെ മുന്നിൽ കർച്ചീപ്പ് വിരിച്ചിട്ട് യാചിക്കുന്നവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഗർഭവതികളാണ് സഹോദരിമാരിവിടെയും ഞങ്ങളുടെ വീടുകളിലും ഉണ്ടെങ്കിൽ അല്ലാഹു ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം തന്ന വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ചേരിതിക്കല്ല തമ്പുരാനെ, തമ്മിലടിപ്പിക്കല്ല അല്ലാ. നല്ലതുപോലെ ഒരു നൂലിനെ മുത്തുകളെ പോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള തൗഫീഖ് താ അല്ലാ. ഈ മഹല്ലിന്റെ സംഘാടകരെ അനുഗ്രഹിക്കണേ അല്ലാ. നീ വളർത്തണേ അല്ലാ. ഈ മഹല്ലിനെ ഉയർത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാത്ത ഈ വേദിയിൽ അന്യമതസ്ഥര് പോലും ശബരിമലയിലേക്ക് പോകാൻ മനസ്സിൽ കരുതി മാലയിട്ട അയ്യപ്പ ഭക്തന്മാര് പോലും വന്നിരുന്ന് പ്രസംഗം കേട്ട വേദിയാണ് റബ്ബേ. അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അവരെ വെറുക്കുന്ന മനസ്സ് നമുക്കും നമ്മെ വെറുക്കുന്ന മനസ്സ് അവർക്കും കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഒരുപാട് ദീനീ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ എവിടെയുണ്ട്, അവരുടെ ലക്ഷ്യം പൂർത്തീകരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കണേ അല്ലാ. ഞങ്ങളെന്നാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഏറ്റവും വലിയ ആഘോഷം ഞങ്ങളുടെ ഖബറിന്റെ അകത്ത് തരണേ അല്ലാ. ചിതലും മുഴുക്കളും നിറഞ്ഞ ആഘോഷമാക്കല്ല അല്ലാ. സ്വർഗത്തിന്റെ നിലാവ് വരുന്ന സന്തോഷമാക്കണേ അല്ലാ. ഈമാനില്ലാതെ മരിപ്പിക്കല്ല അല്ലാ. വഴിതെറ്റിക്കല്ല അല്ലാ. വഴിവെടിപ്പിക്കല്ല അല്ലാ. വളർന്നു വരുന്ന യുവതലമുറയിലെ ആണിനെയും പെണ്ണിനെയും കമ്പ്യൂട്ടറിലൂടെ, ചാറ്റിങ്ങിലൂടെ, മൊബൈലിന്റെ മെസ്സേജിലൂടെ, സ്ക്രോളിലൂടെ അല്ലാഹുവേ ദീൻ മറക്കുന്ന ബന്ധങ്ങൾ കൊടുക്കല്ല അല്ലാ. നിന്റെ ഖുർആൻ ഞങ്ങളെ ശപിക്കല്ല അല്ലാ. നിന്റെ ഹബീബ് ഞങ്ങളെ ശപിക്കല്ല അല്ലാ. നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ മൺമറഞ്ഞു പോയ മഹത്തുക്കൾ ഞങ്ങളെ ശപിക്കല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവരെ ഈമാനില്ലാത്ത മരണം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹു ഈ കാസറ്റ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കേരളത്തിന് പുറത്തുപോലും എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കമലാസുറിയ ബുക്ക് സ്റ്റാളിന്റെ മുഹമ്മദ് ഇർഫാൻ പബ്ലിഷിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുഴുവനും ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കരുണാവാരിധിയായ കരുണക്കടലായ റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഞങ്ങളെ ചേരിതിരിക്കല്ല റബ്ബേ. അല്ലാഹുവേ മദീനയിൽ മനസ്സ് പണയം വെക്കാൻ തൗഫീഖ് താ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയം പിശാച് വെള്ളം തരുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ലേ റബ്ബേ. അല്ലാഹുവേ രാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര പോകാനുള്ളതാണ്. ഒരു ബുദ്ധിമുട്ടും യാത്രയിൽ നീ വരുത്തല്ലേ അല്ലാ. നിരന്തരമായ പ്രഭാഷണത്തിന്റെ പേരിൽ ഈ സാധുവാര സഹോദരന്റെ ശബ്ദത്തിനൊരു ഇടർച്ചയും തരല്ല അല്ലാ. ഒരു വിളർച്ചയും തരല്ല അല്ലാ. മരിക്കുന്നത് വരെ അല്ലാഹുവേ ആരുടെയും മുന്നിൽ ദീൻ പണയം വെക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ.
അല്ലാഹുവേ ഞങ്ങളെ അഹങ്കാരികളാക്കല്ല അല്ലാ. ഒരു മുത്തഅല്ലിമിനെ പോലും ബഹുമാനിക്കുന്ന വിനയം ഞങ്ങൾക്ക് താ അല്ലാ. ഞങ്ങളുടെ ഹബീബ് പഠിപ്പിച്ചതല്ലേ റബ്ബേ, ആ മാർഗം തന്നെ മരിക്കുന്നത് വരെ തുറന്നു താ അല്ലാ. ഇതിന്റെ സംഘാടകരെ അനുഗ്രഹിക്കണേ അല്ലാ. കസേര പറക്കാനും ഓടി നടന്ന് തിരക്ക് വന്നപ്പോൾ പ്രാളപ്പെട്ടോടി വിഷമിച്ചു പോയ ആ മക്കൾക്ക് നീ ഹിദായത്ത് ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അല്ലാഹുവേ നല്ലതുപോലെ മൈക്ക് സെറ്റ് ക്രമീകരിച്ചു തന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. വിജയം കൊടുക്കണേ അല്ലാ. അപകടമുള്ള പടിയാണ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതം നീ ധന്യമാക്കണേ അല്ലാ. എന്റെ കൂടെ പ്രഭാഷണത്തിന് എന്റെ കൂടെ വന്ന മുഹമ്മദ് എന്ന നിസാബുദ്ദീൻ എന്ന ഷാമോൻ എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതം വിജയത്തിലെത്തിക്കണേ അല്ലാ. വരവൂര് മുസ്താനുപ്പാന്ന മഹാത്മാവിന്റെ പൊരുത്തം ദാ അല്ലാ. അവരുടെ പേര് പറയാനുള്ള യോഗ്യത പോലും അറിവില്ലാത്ത ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ അവരുടെ പ്രാർത്ഥനയെന്നും ഞങ്ങൾക്ക് താ അല്ലാ. അവര് സഞ്ചരിച്ച വഴി കടുപ്പമുള്ളതാണെങ്കിലും അത് ബഹുമാനിക്കാനെങ്കിലും തൗഫീഖ് താ അല്ലാ. ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. സഹോദര്യത്തിന് അല്ലാഹുവേ വിഘാതം വരുന്ന ഒരു വാക്കുപോലും പറയുന്നവരാക്കി തർബിയത്തിന്റെ മക്കളെ മാറ്റല്ല അല്ലാ. അല്ലാഹുവേ ഈ നാടിന്റെ സഹോദര്യം നിലനിർത്തല്ല. ഇവിടെ വന്ന ജാതി മതഭേദമന്നെ മുഴുവൻ പേർക്കും നീ സന്തോഷം കൊടുല്ല. ഞങ്ങളുടെ ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമക്കള്, ഈ സദസ്സിൽ നിന്ന് കരഞ്ഞവരും ചിരിച്ചവരുമായ മക്കള്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവരും ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും. ഇനിയും ഈ അടുത്ത പരിസരത്തൊക്കെ വരുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.